നമ്മുടെ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നാറിയ ക്രൂരമായ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ മുമ്പ് അഡോൾഫ് ഹിറ്റ്ലർ ആൻഡ് ഫറോ ആയിരുന്നു. പക്ഷേ ഈ നൂറ്റാണ്ടിൽ ലോകം കണ്ട വെച്ച് ഏറ്റവും നാറിയ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെതന്യാഹു. ജൂതന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങളെ, ഗസയിലെയും ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ വരെ കൊല്ലാൻ അത്രമാത്രം എന്താ പറയുക, ഒരു നരഹത്യയാണ് അവിടെ ചെയ്യുന്നത്. അത്രമാത്രം നീചനായ ഒരു ഭരണാധികാരി. അപ്പോൾ നമ്മുടെ പബ്ലിക് സമൂഹം ആർക്കാണ് സപ്പോർട്ട് ചെയ്യുക? ഇസ്രായേലിനാണോ ഫലസ്തീനാണോ എന്ന് നമുക്ക് ജനങ്ങളോട് ചോദിച്ചു പോകാം. ഫലസ്തീൻ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും വേണം. അല്ല, ഫലസ്തീനോ ഇസ്രായേൽ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ടല്ലേ? അറിയില്ല. ഇക്ക ഫലസ്തീന് വേണ്ടിയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, ഇസ്രായേലിന് വേണ്ടിയാണോ? ഫലസ്തീനുണ്ട്. എന്തുകൊണ്ട്? ഫലസ്തീനിലെ കുഞ്ഞുമക്കളെയൊക്കെ കൊന്നുകൊടുക്കുകയല്ലേ അവിടെ ഇസ്രായേലുകാർ? ഒരുപാട് കുഞ്ഞുമക്കളാണ് കൊന്നുകൊടുക്കുക അല്ലേ? അവരെല്ലാം കൊന്നുകൊടുക്കും. നമ്മൾ ടി വിയിലും വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ട് കേട്ടോണ്ടിരിക്കുകയല്ലേ. നമുക്ക് അത് കാണുമ്പോൾ നമ്മുടെ നെഞ്ചി കിടന്നപ്പെടുകയാ. നമുക്കും മക്കളൊക്കെ ഉള്ളതല്ലേ. കുഞ്ഞു പിള്ളേരെ കൊന്നുകൊടുക്കുക നാറികൾ കാരണം അല്ലേ? നെതന്യാഹു ലോകം കണ്ട ഏറ്റവും കൂടുതലായ ഭരണാധികാരിയാണ് ഈ നാറി നെതന്യാഹു അല്ലേ? ഫലസ്തീൻ ഓക്കെ, ഫലസ്തീനാണ്. അതെ, ഓക്കെ, താങ്ക് യു ബ്രോ. ഇസ്രായേൽ ഒരു ഫലസ്തീൻ, നിങ്ങൾ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഫലസ്തീൻ. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇസ്രായേൽ എന്ന രാജ്യം കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകളൊക്കെ നമ്മൾ കാണുന്നില്ല. ഇഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്, ഭക്ഷണം പോലും ഇല്ലാതെ കടന്ന് അടഞ്ഞുകൊണ്ടിരിക്കുക അവിടെ ഗസയിലെ പിള്ളേർ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭരണാധികാരിയാണ്, തീവ്രവാദിയാണ്. ഒരു മാറ്റമില്ല അതിൽ. ആ കാലം മരിക്കണം, തീർച്ചയായും മരിക്കും, ഉണ്ടാവും. എഞ്ചിഞ്ചായി മരിക്കും. കാരണം കുഞ്ഞു പിള്ളേരല്ല കൊന്നെടുക്കുന്നത് അല്ലേ? അവരെന്താ കൊച്ചു പിള്ളേരാണ്. ഓക്കെ, താങ്ക് യു ബ്രോ. ഇക്ക ഫലസ്തീൻ ഓർ ഇസ്രായേൽ, ഏത് രാജ്യത്തെ സപ്പോർട്ട്? തീർച്ചയായിട്ടും ഫലസ്തീന്. ഓക്കെ, ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം. എന്നാലും പറ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ. പറയാനുള്ള കാര്യം, ഒരു യുദ്ധം എന്ന് പറയുകയാണെങ്കിൽ സൈനികരോട് ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ തീവ്രവാദം ചെയ്യണം. ഇത് ഒരു രാജ്യത്ത് മൊത്തം ജനങ്ങളുമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. അവർക്ക് ഭക്ഷണം പോലും കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ കിട്ടാൻ മറ്റുള്ള രാജ്യങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതുപോലെ തടയുന്നു എന്ന് പറയുന്നത് നമുക്കൊരിക്കലും സമ്മതിക്കാത്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവരെ നിരായുധീകരിക്കണം എന്ന് പറയാൻ ഇസ്രായേലിന് അവകാശമില്ല. ഇസ്രായേൽ എന്നൊരു രാജ്യം ഉണ്ടാകുന്ന ഈ ഫലസ്തീന് അവർക്ക് ഒന്ന് സംരക്ഷണം, ഇല്ലെങ്കിൽ അവർക്ക് വീടും കിടപ്പാടം കൊടുത്ത രാജ്യം എന്ന് പറഞ്ഞാൽ ഫലസ്തീനായിരുന്നു അല്ലേ? ആ ഫലസ്തീനെ കൈയടക്കി ഇനി മറ്റുള്ള രാജ്യങ്ങൾ കൈയടക്കാനുള്ള ശ്രമത്തിലാണ് ഈ ലോകം കണ്ട ഏറ്റവും നാറിയ ഭരണാധികാരി നെതന്യാഹു അല്ലേ? അല്ല, ഇത് ഇപ്പോൾ ലോകം കണ്ട ഏറ്റവും നാറിയ ഭരണാധികാരി എന്ന് പറയാനും കാര്യം, ഇതിനു മുമ്പ് ഏരിയൽ ഷറോൺ ആണെങ്കിലും ഏരിയൽ ഷറോൺ ഇപ്പോൾ എന്താണ് അവസ്ഥ ആർക്കും അറിയില്ല. വർഷമായിട്ട് വെന്റിലേറ്ററാണ് കാര്യം എല്ലാവരും ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാര്യം നമ്മൾ ചെയ്തു കൂട്ടുന്നതിന്റെ തിക്തഫലങ്ങൾ നമ്മുടെ ഭാഗത്ത് കിട്ടിയിരിക്കും തീർച്ചയായിട്ടും. പിന്നെ അങ്ങനെയല്ല, തീർച്ചയായിട്ടും ഉടനെ വരും. അത് ഭരണാധികാരിയാണെങ്കിലും പാവപ്പെട്ട ജനങ്ങൾ ആരാണെങ്കിലും മറ്റുള്ളവരുടെ മേൽ നമ്മൾ സ്ഥാപിക്കാൻ പാടില്ല. ശക്തി കാണിക്കുമ്പോൾ തിരിച്ച് നമുക്കും നാളെ ഒരു ഗതി ഉണ്ടെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, താങ്ക് യു. ഞാൻ ചോദിച്ചത് വേറെ ഒന്നുമല്ല, ഫലസ്തീനാണോ ഇസ്രായേലാണോ സപ്പോർട്ട്? അതിന്റെ കാരണം എന്താണ് നമ്മുടെ ജസ്റ്റ് ഒന്ന് പറയാം. സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെപ്പോഴും പലസ്തീനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ നരഹത്യ ചെയ്യുന്നൊരു ഭ്രൂണഹത്യ ചെയ്യുന്നൊരു സ്റ്റൈലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹമാസിനെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹമാസിൻ്റെ ഒരു പേരിലാണ് അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസിനെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇന്നും പലസ്തീൻ പറഞ്ഞിരിക്കുന്ന ഈ അമേരിക്ക വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന അതിനോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിരിക്കും. പലസ്തീൻ വരെ തയ്യാറായിരിക്കണം. പലസ്തീൻ്റെ പ്രസിഡന്റ് അല്ല, അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പായിട്ട് ട്രംപ് വെച്ചിരിക്കുന്ന ചില ഉപാധികൾ, ആ ഉപാധികൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പലസ്തീൻ്റെ പ്രസിഡന്റ് വരെ തയ്യാറായിട്ടുണ്ട്. പലസ്തീൻ പ്രസിഡന്റ് വരെ അതിൻ്റെ ഖത്തർ ഇടനിലക്കാരായിട്ട് നിൽക്കും എന്ന് വീണ്ടും അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയൊരു വാറിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും. പക്ഷേ എന്തൊക്കെ ചെയ്താലും ശരി, പലസ്തീനെ ഇസ്രായേൽ അടിച്ചൊതുക്കാം എന്നൊരിക്കലും ഒരു ആമോദിക്കേണ്ട, ഒരിക്കലും നടപടിയുള്ളൊരു കാര്യമില്ല, നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒതുങ്ങുമെന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് ഒതുങ്ങിപ്പോണ്ട സമയം കഴിഞ്ഞു വരുന്നത്. ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ചിരിക്കാതെ ഈ ലോകം അവസാനിക്കത്തില്ല. അതാണ് എൻ്റെ സത്യം. തീർച്ചയായിട്ടും അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ടാസ്കോ ചലഞ്ച് ഒന്നുമല്ല, കുസൃതി ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഫലസ്തീൻ ഓർ ഇസ്രായേൽ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഫലസ്തീൻ. ഓക്കെ, ഫലസ്തീൻ ഓർ ഇസ്രായേൽ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്? രണ്ടുപേരെ എനിക്കിഷ്ടം. രണ്ടുപേരെയും എനിക്കിഷ്ടം. രണ്ട് രാജ്യങ്ങളെ എനിക്കിഷ്ടം. അല്ല, ഈ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം ആരാണ്? രണ്ടുപേരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഏതെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞാ? രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യും. അതെങ്ങനെ? ഒരെണ്ണം പറടാ. രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യും.
ഞാൻ ചോദിച്ചതല്ല, ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊന്നിനോട് നീ യോജിക്കുന്നുണ്ടോ? അതൊരിക്കലും ചോദിക്കില്ല. കൊച്ചു പിള്ളേരെ കൊല്ലുന്ന എന്ത് ഒരിക്കലും ഹമാസ് എന്നുള്ള സംഘടന ഓക്കെ, പക്ഷേ ഈ ഫലസ്തീനിൽ ജനിക്കുന്ന ഒരിച്ചിരി എന്താ പറയുക, ജൂതന്മാരെ ഏറ്റെടുക്കാൻ ആരും ഇല്ലാണ്ട് പോലും ഫലസ്തീനാണെന്ന് ഏറ്റെടുത്ത് അവർക്ക് വീടും സൗകര്യം കൊടുത്തത്. അപ്പോൾ അവിടെ നിന്ന് ഫലസ്തീൻ എന്നുള്ള ഭൂപടത്തിൽ നിന്ന്, ഇസ്രായേൽ എന്ന ഭൂപടത്തിൽ നിന്ന് ഫലസ്തീൻ ഇല്ലാതായി മാറി. അപ്പോൾ അതിനെ നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ മറ്റേ അതിലൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ മറ്റേ കൊല്ലുന്നതിന് ഇത് എവിടുത്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഞാൻ ഒരിക്കലും അതിന് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. നീ രണ്ട് രാജ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? രണ്ട് രാജ്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇന്ത്യ. ഓക്കെ. ഫലസ്തീനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇസ്രായേലിനാണോ? എവിടെയാ? ഫലസ്തീൻ ഓർ ഇസ്രായേൽ? സപ്പോർട്ട് ചെയ്യുന്നത് ഫലസ്തീനാണ്. ഓക്കെ ബ്രോ, ഫലസ്തീൻ ഓർ ഇസ്രായേൽ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഫലസ്തീൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ വീഡിയോകളിലും വാർത്താ ചാനലുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ കൊന്ന കൊടുക്കുന്നത് ഒരു നരഹത്യ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വംശഹത്യ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. ആയുധമില്ലാത്തവനെതിരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? യെസ്. ബ്രോ, ഫലസ്തീൻ ഓർ ഇസ്രായേൽ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ ഇപ്പം പലസ്തീനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്തുകൊണ്ട്? വൈ? ഇസ്രായേൽ ആവശ്യമില്ലാതെ ഓരോ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുന്നു. പലസ്തീന വർഷങ്ങളായിട്ട് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടുന്നില്ല അവന്മാർ. കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും വെറുതെ വിടുന്നില്ല. പണ്ട് ഈ പലസ്തീനായിരുന്നു ഇസ്രായേലിന് ഒരു അഭയം കൊടുത്തത്. അത് അഭയം കൊടുത്ത സ്ഥലത്ത് തന്നെ ഇസ്രായേൽ തിരിച്ചടിച്ചു. ഒരു മനസാക്ഷി ഇല്ലാതെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളായ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പോലും ഇല്ലാതെ, കറണ്ടില്ല, വെള്ളമില്ല, ഒന്നുമില്ലാതെ അവർ അവസ്ഥയാണ്. പലസ്തീൻ. ചേട്ടാ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലിലാണ്? ആർക്കാണ്? ഫലസ്തീൻ. കാരണം പലസ്തീൻ അത്ര നല്ലൊരു രാജ്യമാണ്. മാത്രമല്ല അഭയം കൊടുത്ത അവരായിരുന്നു അഭയം കൊടുത്തിരുന്നത്. ഈ ജൂതന്മാർ, ഇസ്രായേൽ തന്നെയാണ് ഇപ്പോൾ ഇവരെ അടിച്ചു ഓടിക്കുന്നത്. ജൂതൻ നാറികളാണ് നമ്മളെ പിള്ളേരെ കൊല്ലുന്നത് അല്ലേ? അതെ. പലസ്തീൻ എന്തുകൊണ്ട്? പലസ്തീൻ ഒരു ചെറിയൊരു രാജ്യമാണ്, ജനസംഖ്യ കുറവാണ്, സ്വന്തമായി ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രമാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതാണല്ലോ ഇസ്രായേലി. നരനായാട്ടാണ്. ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? യുവമാരി കാണിക്കാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതായത് ഗ്ലോബൽ സമ്മാനം മേടിക്കാൻ നിൽക്കുന്ന വെള്ളരിപ്രാവുണ്ടല്ലോ, അല്ല ഡൊണാൾഡ് ട്രംപ്, അയാളുടെ അനിയനാണ് ബെഞ്ചമിൻ നെതന്യാഹു. രണ്ടും നാറികൾ നാറികളാണ്. അത് ജൂതരാഷ്ട്രമാണ്. രണ്ടും ജൂതരാഷ്ട്രം. ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജൂതരാഷ്ട്രമാക്കിയാണ് ഫലസ്തീനെ കൈയടക്കി. അത് തന്നെ അമേരിക്കയും ഇസ്രായേലെന്നും പറയുന്ന ചേട്ടനും അനിയനുമാണ്. അപ്പൊ അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായ നിൽക്കത്തുള്ളൂ. ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കാലിനിടെ കൈയും വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. സപ്പോർട്ടില്ലായ്മ. അറബ് രാജ്യങ്ങൾ തമ്മിൽ ഭിന്നതയിലാണ്. അതാണ് അങ്ങനെയുള്ള നാട്ടുകാരാണ് ഈ അറബികൾ എന്ന് പറയുന്നത്. അവർ അതിൽ ശക്തമായി നിയന്ത്രിക്കുന്ന രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അത് ഇറാൻ മാത്രമേ ഉള്ളൂ. ആ ഇറാനോട് കളിക്കാൻ ഇവർക്ക് പേടിയുമാണ്. അതല്ല അവർ യുദ്ധത്തിൽ പിന്മാറും. അത് അങ്ങനെ അങ്ങ് പോകത്തുള്ളത്. ഇറാനോട് കളിക്കട്ടെ, അപ്പൊ കളി പഠിപ്പിക്കും. അല്ല ഈ പാവപ്പെട്ട ആയുധമില്ലാത്ത ബലറിയുന്ന പാവപ്പെട്ടവർ യാതൊരു കാര്യമില്ല. ഇവര് അനുഭവം വിട്ടുകൊടുത്താൽ പോരെ, അവിടെ എല്ലാം തീർന്നിട്ടുമല്ലോ. അപ്പൊ കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്, അടിപൊളിയായിട്ട് പറഞ്ഞു. അപ്പൊ താങ്ക് യു, വെൽക്കം. എനിക്ക് വയ്യ.